ഭേദഗതി റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോതമംഗലം രൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന നിർദ്ദിഷ്ട വനം നിയമ ഭേദഗതി നിർദ്ദേശങ്ങൾക്കെതിരെ കോതമംഗലത്ത് പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചു. കോതമംഗലം രൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പന്തംകൊളുത്തി പ്രതിഷേധത്തിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്തു. വൈദികരും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധത്തിൽ പങ്കാളികളായി. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അധികാരങ്ങൾ വിപുലമാക്കിക്കൊണ്ട് ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും കർഷക വേട്ടയ്ക്കും ഉദ്യോഗസ്ഥ അഴിഞ്ഞാട്ടത്തിനും ഇടവരുത്തുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അമിത അധികാരങ്ങൾ നൽകുന്ന വനനിയമ ഭേദഗതി ശുപാർശകൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധ പരിപാടി നടത്തിയത്. ഫോറസ്റ്റ് ഗുണ്ടാരാജ് അനുവദിക്കില്ലെന്നും നിർദ്ദിഷ്ട നിയമനിർദ്ദേശങ്ങൾ പൂർണ്ണമായി പിൻവലിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. നിയമ ഭേദഗതി നിർദ്ദേശങ്ങളുടെ പകർപ്പ് കത്തിച്ചുകൊണ്ടാണ് പ്രതിഷേധം നടത്തിയത്. വനനിയമം കത്തട്ടെ, സത്യം നീതി വിജയിക്കട്ടെ. കോതമംഗലം രൂപത മെത്രാൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. രൂപത വികാരി ജനറൽമാരായ മോൺ പയസ് മലയക്കണ്ടത്തിൽ, മോൺ വിൻസെന്റ് നെടുങ്ങാട് എന്നിവർ പ്രതിഷേധ പ്രകടനം ഫ്ളാഗ് ഓഫ് ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് കോതമംഗലം രൂപത പ്രസിഡന്റ് സണ്ണി കഴുത്താഴെ, രൂപത ഡയറക്ടർ ഫാദർ മാനുവൽ പിച്ചളക്കാട്, ഇൻഫാം രൂപത ഡയറക്ടർ ഫാദർ റോബിൻ പടിഞ്ഞാറേക്കൂറ്റ്, രൂപത ചാൻസലർ ഫാദർ ജോസ് കുളത്തൂർ എന്നിവർ സംസാരിച്ചു. എൻലൈറ്റ് ന്യൂസ് കോതമംഗലം.